ഇന്നൊരു വെറൈറ്റി ആയിട്ട് നമുക്കൊരു ഉള്ളി അച്ചാർ ഉണ്ടാക്കിയാലോ. അതിനായിട്ട് ഉള്ളി കഷ്ണങ്ങളാക്കി മുറിച്ച് മാറ്റി വയ്ക്കാം. ഇനി അതിലേക്ക് പച്ചമുളക് കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഉപ്പ് കൂടി ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാക്കിയെടുക്കാം. അതിലേക്ക് നല്ലെണ്ണ ചേർത്ത് കൊടുക്കാം. നല്ലോണം ചൂടായി വന്നതിന് ശേഷം കടുകിട്ട് കൊടുക്കാം. ഇനി കടുകൊക്കെ ഒന്ന് പൊട്ടിയതിന് ശേഷം നമുക്കതിലേക്ക് വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 4 വറ്റൽമുളകാണ് നമ്മളിവിടെ ചേർക്കുന്നത്. അതും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കാം. വറ്റൽമുളക് മൂത്ത് വന്നതിന് ശേഷം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിന് എരിവിനായിട്ടുള്ള മുളക് പൊടി കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയും ചേർത്ത് ഒരല്പം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നല്ലോണം പൊടി കരിയാതെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കായപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കടുക്, ഉലുവ ഇവ രണ്ടും പൊടിച്ചത് കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് വീട്ടിൽ തന്നെ പൊടിച്ചതാണ്. ഇനി ഈ മിക്സ് നമുക്ക് നമ്മുടെ നേരത്തെ മാറ്റി വെച്ച ഉള്ളിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റുള്ളതാണ്. ഒരു വെറൈറ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ബൈ.